ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ചിത്രകലാ ബാലപാഠത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പെൻസിൽ എന്ന വിഭാഗമാണ്. ചിത്രകലയിലെ ഏറ്റവും അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ പല മീഡിയ ഉപയോഗിച്ച് വർക്ക് ചെയ്യും എങ്കിലും ചിത്രകലയിലെ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് പെൻസിൽ എന്ന് പറയുന്ന സംഭവം. ഈ പെൻസിലുകൾ നമുക്ക് ഒരുപാട് സൈസ് പെൻസിലുകൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കഴിയും അല്ലേ. പെൻസിൽ ഉപയോഗിക്കാൻ നമ്മൾ തുടങ്ങുന്നത് മിക്കവാറും കുട്ടിക്കാലത്ത് കുഞ്ഞുനാൾ മുതലേ നമ്മൾ കടകളിൽ നിന്ന് സ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടി പെൻസിൽ വാങ്ങിച്ചാണ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഒരിക്കലും ചിത്രകല പഠിക്കാൻ വേണ്ടിയിട്ടല്ല ആദ്യം പെൻസിൽ ഉപയോഗിക്കുന്നത്, അക്ഷരങ്ങൾ എഴുതാനും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് പഠിക്കുന്ന ആദ്യം നമ്മൾ സാധാരണ പോയി മേടിക്കുന്ന ഒരു പെൻസിൽ, ആ പെൻസിൽ നോക്കിയാൽ അറിയാം, അതിൽ SB എന്ന് പറയുന്ന രണ്ടക്ഷരം ഉണ്ടാകും അല്ലേ. HB എന്ന് പറയുന്ന രണ്ടക്ഷരം. ആ പെൻസിൽ ഉപയോഗിച്ചാണ് നമ്മൾ ആദ്യം എഴുതാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ് H എന്ന് പറഞ്ഞാൽ ഹാർഡ്, HARD, ഹാർഡ്. ഹാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കടുപ്പമുള്ള, കട്ടിയുള്ള. അപ്പോൾ കടുപ്പമുള്ള, കട്ടിയുള്ള എവിടെ? ഇതിൻ്റെ മുനയുടെ നമ്മൾ പറയുന്നതിന് ലെഡ് എന്നാണ് പറയുന്നത്. ലെഡ്. ഈ ലെഡിന് കടുപ്പവും, അതുപോലെ B എന്ന് പറയുന്നത് HB ഇല്ലേ. B എന്ന് പറയുന്നത് ബ്ലാക്കാണ്, ബ്ലാക്ക്. അങ്ങനെയാണ് HB എന്ന് പറയുന്ന പെൻസിലിൻ്റെ നിർമ്മാണം. അങ്ങനെ നിർമ്മിച്ചിട്ടുള്ള പെൻസിൽ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് കട്ടിയും ആവശ്യത്തിന് ബ്ലാക്കും, 1% ബ്ലാക്ക്, 1% ഹാർഡ്, കടുപ്പം. അവിടെ നിന്നാണ് പെൻസിലുകളുടെ ഒരുപാട് തരത്തിലുള്ള പെൻസിലുകൾ നമുക്ക് കിട്ടുന്നത്. ആദ്യം പറഞ്ഞത് HB അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയാൽ B2, B3, B4, B5, B6 അല്ലേ, B10, അങ്ങനെ 24 ഒക്കെ ഉണ്ട്, ഒരുപാട് സൈസ് പെൻസിലുകൾ. ഈ B എന്ന് പറയുന്നത് ബ്ലാക്ക് കൂടുതൽ വരികയും ഹാർഡ് കുറഞ്ഞു വരികയും ചെയ്യും. യഥാർത്ഥത്തിൽ ഒരു ഹാർഡിൽ തന്നെ ബ്ലാക്ക് 2-3 ബ്ലാക്കുകൾ എന്ന് പറഞ്ഞാൽ 3 ഇരട്ടി ബ്ലാക്ക്, 4 ഇരട്ടി ബ്ലാക്ക്, 12 ഇരട്ടി ബ്ലാക്ക് അല്ലേ. അങ്ങനെ ബ്ലാക്കുകൾ കൂടി വരും. നമ്മൾ ചിത്രകലയിൽ ബ്ലാക്ക് കൂടുതലുള്ള പെൻസിലുകൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുകയും വേണം. കാരണം ഒബ്ജക്റ്റുകളൊക്കെ വരയ്ക്കുമ്പോൾ അതിന് ഹൈലൈറ്റ് വരുന്ന പോർഷൻ്റെ എവിടെ നിന്നാണോ ലൈറ്റ് വരുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് പോർഷനിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും പെൻസിലുകൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ പലതരത്തിലുള്ള ഡാർക്ക് പെൻസിലുകൾ കൂടി ഉപയോഗിച്ച് വേണം ശരിക്കും പറഞ്ഞാൽ ചിത്രങ്ങൾ വരയ്ക്കാൻ. ഈ B2, B3 ഇങ്ങനെ പോകുന്നെങ്കിലും ഇപ്പുറത്ത് H2 ഉണ്ട്, H3 ഉണ്ട്, അങ്ങനെ ഇങ്ങോട്ടും വരാറുണ്ട്. അത് ഹാർഡ് കൂടുതലാണ്. അത് വലുതായിട്ട് നമുക്ക് നമ്മുടെ ചിത്രകലയിലേക്ക് വലുതായിട്ട് ഉപയോഗിക്കുന്നില്ല. പക്ഷേ എൻജിനീയറിംഗ് മേഖലയിൽ, അതുപോലെ തന്നെ ഷോർട്ട് ഹാൻഡൊക്കെ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ പെൻസിലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് എച്ചിൻ്റെ എണ്ണം കൂടുതലുള്ള പെൻസിലുകളായിരിക്കും ഉപയോഗിക്കുന്നത്. നമുക്കൊരു
പാക്കറ്റ് പെൻസിൽ മേടിക്കാമെങ്കിൽ ഒരു സെറ്റോടെ കിട്ടുന്ന പെൻസിലുകളുണ്ട്. സെറ്റോടെ കിട്ടുന്ന ചില പെൻസിലുകൾ പാക്കറ്റിൽ നമുക്ക് HBയുടെ ഒരു പെൻസിലുണ്ടാകും, 2Hൻ്റെ പെൻസിലുണ്ടാകും, 3Hൻ്റെ 4H അങ്ങനെയൊക്കെയുള്ള പെൻസിലുണ്ടാകും. ഈ എച്ചുകൾ നമുക്ക് വലുതായിട്ട് ഉപയോഗമില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം കൂടുതൽ ഷെയ്ഡുകളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഡാർക്ക് കൂടുതലായിട്ടുള്ള ചിത്രങ്ങളാണ് നമ്മൾ സാധാരണയായി വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2B 3B 4B തുടങ്ങിയിട്ടുള്ള പെൻസിലുകൾ ഒരു പാക്കറ്റിനകത്ത് കിട്ടുന്ന പെൻസിൽ, അതിനകത്ത് 6B ഉണ്ടാവും, 10B ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു പാക്കറ്റ് മേടിച്ചാൽ അതിനകത്തൊരു 10 പെൻസിൽ ആ സൈസ് ഉണ്ടാവും. അതിലൊരു പാക്കറ്റ് പെൻസിലുണ്ടെങ്കിൽ സുഖമായിട്ട് പലതരത്തിലുള്ള ഷെയ്ഡുകൾ ചെയ്യുന്നതിന് നമുക്ക് ഈ പെൻസിൽ വളരെയധികം സഹായകരമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു 6B പെൻസിൽ എടുത്തിട്ട് നമ്മളൊന്ന് വരയ്ക്കുകയാണെങ്കിൽ അതിന് നല്ല ഡാർക്ക് കൂടുതലായിരിക്കും. 6B 10B 12B ഒക്കെ. ഈ 12B 6B പെൻസിലുകൾ നമ്മളിത് പേപ്പറിലേക്ക് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഹാർഡ് കൂടുകയും കുറയുകയും ചെയ്യും. ഒരു പെൻസിൽ കൊണ്ട് തന്നെ നിരവധി ഷെയ്ഡുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് പ്രസ് ചെയ്യുന്തോറും എന്താ സംഭവിക്കുന്നത്? അതിന് ഹാർഡ് കൂടുക, അല്ലേ? കടുപ്പം കൂടുക. ഈ എന്താണ് ബ്ലാക്ക് കൂടുകയാണ്. ബ്ലാക്ക് കൂടിക്കൊണ്ടേ ഇരിക്കുന്നു. പ്രസ് ചെയ്യുന്നില്ല എങ്കിൽ, പ്രസ് ചെയ്യാതെ വളരെ സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് ചെറുതായിട്ടാണ് കൊണ്ടുവന്നെങ്കിൽ ആ പെൻസിൽ കൊണ്ട് തന്നെ നമുക്ക് ലൈറ്റിലേക്ക് നമുക്ക് ആ ഷെയ്ഡുകൾ ചെയ്യാൻ പറ്റും. ഇതൊരു 6Bയോ 10Bയോ ഒക്കെ പെൻസിലാണെങ്കിൽ അങ്ങനെ നമുക്കത് ചെയ്തെടുക്കാൻ കഴിയും. മറിച്ച് ഒരു HB പെൻസിൽ ഉപയോഗിച്ചിട്ട്, സാധാരണ ഒരു HB പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ എത്ര പ്രസ് ചെയ്താലും എന്താ സംഭവിക്കുന്നത്? അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ബ്ലാക്ക് അതിൽ നിന്ന് കിട്ടത്തില്ല. മനസ്സിലായ വ്യത്യാസം? അപ്പോൾ ഒരു 6B പെൻസിലുണ്ടെങ്കിൽ നമുക്ക് ഈ HBയുടെ ടോൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നൈസായിട്ട് ചെയ്താൽ മതി. കട്ടി കുറച്ച് പേപ്പറിലോട്ട് പ്രസ് ചെയ്യാതെ ചെയ്യാമെങ്കിൽ HBയുടെ ടോൺ നമുക്ക് ഈ 6B കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. മറിച്ച് HB എത്ര പ്രസ് ചെയ്താലും എത്ര അമർത്തി വരച്ചാലും ഈ 6Bയുടെ ബ്ലാക്ക് കിട്ടുമോ? കിട്ടത്തില്ല. നമുക്ക് വേണ്ടത് ബ്ലാക്കിൻ്റെ ടോൺ കൂടുതലായിട്ടുള്ള പോർഷനിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 6Bയോ 4Bയോ 10Bയോ ഒക്കെ നമ്മൾ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യണം. അപ്പം നല്ല ഷെയ്ഡുകളിലേക്ക് നമുക്ക് പെൻസിലിനെ കൊണ്ടെത്തിക്കാൻ കഴിയും. ഇതുപോലെ തന്നെ പെൻസിലിൻ്റെ ഈ ലെഡ്, ഇത് നമ്മൾ സാധാരണ ഒരു മെറ്റാലിക് അവസ്ഥയിലാണ് നമ്മൾ ഈ പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ കളർ, അല്ലേ? ഒരു കളർ ഒരു മെറ്റാലിക് ഫീലിലാണ് കിട്ടുന്നത്. ഇതെത്ര ബ്ലാക്കാണെന്ന് പറഞ്ഞാലും ശരി, ആ ബ്ലാക്കിനകത്തൊരു ഗ്രേ സ്വഭാവമുണ്ട്. ഒരു ഗ്രേയുടെ ഒരു മെറ്റൽ സ്വഭാവം. അതുകൊണ്ട് നമ്മൾ കനങ്ങുമ്പോൾ ഇങ്ങനെ മിനുക്കം വരുന്ന, അല്ലേ? ഒരു മെറ്റലിൻ്റെ, ഒരു ലോഹത്തിൻ്റെ ഒരു പ്രതീതി വരുന്ന ബ്ലാക്കുകളാണ് ഈ പറയുന്ന പെൻസിലുകൾ എല്ലാം തന്നെ. എന്നാൽ അതുകൂടാതെ നമുക്ക് സർവ്വസാധാരണമായി വരയ്ക്കാൻ കിട്ടുന്ന വേറൊരു പെൻസിൽ എന്ന് പറയുന്നത് ചാർക്കോൾ എന്ന് പറയുന്ന പെൻസിൽ. ചാർക്കോളിൻ്റെ അർത്ഥം എന്താണ്? കരി, ഇല്ലേ? കരിയാണ്. നമ്മുടെ അടുപ്പിൽ ഉപയോഗിക്കുന്ന തടി കരിഞ്ഞ് കിട്ടുന്ന തടിയുടെ കരിക്കട്ട, ആ കരിക്കട്ട തന്നെയാണ്. അതിനെയാണ് നമ്മൾ ചാർക്കോൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള പെൻസിലുകളുണ്ട്, ചാർക്കോൾ, അല്ലേ? പല കമ്പനികളുടെ, അപ്സരയുടെ ഉണ്ട്, ക്യാമലിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കമ്പനികളുടെ ചാർക്കോൾ. യഥാർത്ഥത്തിൽ ചാർക്കോൾ എന്ന് പറയുന്ന പെൻസിൽ, നേരത്തെയൊക്കെ ചാർക്കോൾ എന്ന് പറയുന്ന സാധനം ഈ മുന്തിരിയുടെ വള്ളി കൃത്യമായി കരിച്ച് നനച്ച് എടുക്കുന്ന ഒരു സാധനമായിരുന്നു ചാർക്കോൾ. ഇപ്പം അങ്ങനെയല്ല. അല്ലാതെ തന്നെ കെമിക്കലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല സൂപ്പറായിട്ടുള്ള നല്ല ചാർക്കോൾ പെൻസിലുകൾ നമുക്ക് കിട്ടും. ചില ചാർക്കോൾ പെൻസിലുകൾ വെച്ച് വരച്ചാൽ ഒരു ശകലം പോലും തെളിച്ചം കിട്ടത്തില്ല. വളരെ ഡാർക്കായിട്ട് തന്നെ വേണ്ടുന്നതിന് പകരം എന്താ സംഭവിക്കുന്നത്? എത്ര വരച്ചാലും അതിനൊരു തെളിച്ചമില്ല. അത് വളരെ ഹാർഡായിട്ട് മാത്രം
കട്ടിയാണ്, ഭയങ്കര കട്ടി, ഒരുമാതിരി ചിരട്ടക്കരി പോലെ കട്ടി. പക്ഷേ അതിന് നമുക്ക് വരച്ച് എടുക്കാൻ വലിയ പാടാണ്. അതിന് ആവശ്യത്തിന് കളറ് കിട്ടത്തില്ല, അതൊന്നും സ്മൂത്താക്കാൻ കഴിയില്ല, ഇങ്ങനെയൊക്കെ വരും. അതിനെനിക്ക് തോന്നുന്നത് കൂടുതൽ ഈ ചാർക്കോൾ പെൻസിലുകൾ കടകളിലൊക്കെ ഇരുന്ന് ഒരുപാട് പഴക്കം വന്നു കഴിഞ്ഞാലും ഇത് തെളിയാതെ വരും. അപ്പോൾ നമ്മൾ പെൻസിൽ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തെളിയുന്ന പെൻസിലാണോ, ഇതെന്നാണ് ഇത് ഇറക്കിയിരിക്കുന്നത്, ഇതിൻ്റെ നിർമ്മാണം പഴകിയതാണോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അത്തരത്തിലുള്ള ചാർക്കോളുകൾ വാങ്ങാൻ. നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച പെൻസിലാണ്, പക്ഷേ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്നാൽ തന്നെ ഈ ഇരിക്കുന്ന ആർട്ട് ലൈൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പെൻസിൽ, ഇത് നല്ല രസകരമായി നമുക്കിത് ചെയ്യാം. ഇത് ശരിക്കും ചാർക്കോളല്ല, പക്ഷേ അതേപോലെ സ്മൂത്താക്കി നമുക്ക് പെൻസിൽ വെച്ച് വരയ്ക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റായിട്ട് നല്ലപോലെ നമുക്കത് ഫില്ല് ചെയ്തെടുക്കാം. ഒരു ശകലം പോലും ഗ്രെയിൻസ് നമുക്ക് ആവശ്യമില്ലാതെ ഒട്ടും വരത്തില്ല. നമുക്ക് ആവശ്യമനുസരിച്ചുള്ള ഗ്രെയിൻസ് വരുത്താനും ആ പെൻസിലുകൾക്ക് കഴിയുന്നുണ്ട്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട പെൻസിലാണ് ഈ സ്റ്റഡ്ലറിൻ്റെ പെൻസിൽ. സ്റ്റഡ്ലർ അത് നമുക്ക് പാക്കറ്റിനകത്ത് പലതരത്തിൽ 2B, 3B, 4B, 5B, 6B, 12B ഒക്കെ ഉണ്ട്. ഇതും നല്ല രസകരമായി നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. മുൻപേ പറഞ്ഞതുപോലെ ഇത് പ്രസ് ചെയ്യുന്നതനുസരിച്ച് പേപ്പറിലേക്ക് നമ്മൾ എത്രമാത്രം പ്രഷർ കൊടുക്കുന്നു അതിനനുസരിച്ചത് ഡാർക്കായി കിട്ടുകയും പ്രഷർ കുറയ്ക്കും തോറും അത് സ്മൂത്താക്കി എടുക്കാം. നമ്മൾ പലതരത്തിൽ നമുക്കത് തിരിച്ചും മറിച്ചും വരയ്ക്കാം. ചിലപ്പോൾ ഷെയ്ഡ് ചെയ്യുന്നതിന് ഇങ്ങനെ റൗണ്ട് രീതിയിൽ ഇങ്ങനെ ഉരുട്ടി റോള് പോലെ ഉരുട്ടി ഷെയ്ഡ് ചെയ്യാനൊക്കെ നമുക്ക് പെൻസിൽ ഉപയോഗിക്കാം. നല്ല സ്റ്റംപ് ചെയ്യുന്നത് പോലെ, സ്റ്റംപിങ് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ടല്ലോ, അറിയാമല്ലോ. സ്റ്റംപ് ചെയ്യുന്നത് പോലെ നമുക്ക് പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്ത് എടുക്കാൻ കഴിയും. ഈ ചാർക്കോൾ അല്ലാത്ത, ചാർക്കോളിൻ്റെ അതേ സ്വഭാവം വരുന്ന പെൻസിലുകളും നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. ചാർക്കോൾ പോലിരിക്കുന്ന, എന്നാൽ ചാർക്കോളല്ല, മറിച്ച് ചാർക്കോളിൻ്റെ അതേ ബ്ലാക്ക് കിട്ടുന്ന തരത്തിലുള്ള, അത് ഫാബ്രിക് കാസ്റ്റലിൻ്റെയൊക്കെ പെൻസിലാണ്. ഇത് കുറച്ചും കൂടി മുൻപേ പറഞ്ഞതുപോലെ കുറച്ചും കൂടെ ബ്ലാക്ക് കൂടുതലാണ്, ബ്ലാക്കാണ്, നോക്കിയാൽ അറിയാം. ഇത് സാധാരണ പെൻസിലിൻ്റെ 6B, 4B, 2B ഒക്കെ പെൻസിൽ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഈ മെറ്റാലിക് സ്വഭാവം ഈ ചാർക്കോൾ എന്ന് പറയുന്ന പെൻസിലിൽ ഉണ്ടാകത്തില്ല. യഥാർത്ഥത്തിൽ ഇത് ചാർക്കോൾ പെൻസിലല്ല, ചാർക്കോളിന് സമമായി നിർമ്മിച്ചെടുക്കപ്പെട്ടിട്ടുള്ള പെൻസിലാണ്. ഇത് നല്ല കുറച്ചും കൂടി സോഫ്റ്റായിട്ട് നമുക്ക് വരയ്ക്കുകയും, ഇത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സ്റ്റംപ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരത്തിൽ, എങ്ങനെ സ്റ്റംപ് ചെയ്യുന്നു അതുപോലെ സ്റ്റംപിങ് വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് പെൻസിലിനെ നമുക്ക് ഉപയോഗിക്കുവാനും കഴിയുന്നുണ്ട്. നിരവധി പെൻസിലുകൾ, ഇതുപോലെ തന്നെ പല കളറുകളിലുള്ള പെൻസിലുകളുണ്ട് അല്ലേ. അതുകൊണ്ട് ഇതൊരു വൈറ്റ് പെൻസിലാണ്, വൈറ്റ് കളർ പെൻസിലാണ്. വൈറ്റ് കളർ പെൻസിൽ കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പല ഷെയ്ഡ് കളറുകൾക്കകത്തൊക്കെ നമുക്ക് വൈറ്റ് കളർ ഉപയോഗിച്ചുകൊണ്ട് പെൻസിൽ വെച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. എനിക്ക് പ്രധാനമായിട്ടൊരു നിർദ്ദേശം തരാനുള്ളത്, സാധാരണ കുട്ടികൾ പെൻസിൽ വെട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതുപോലുള്ളൊരു കട്ടർ വെച്ച് പെൻസിൽ ഇങ്ങനെ വെട്ടാറുണ്ട്. ഇത് കട്ടർ വെച്ചൊരു കാരണവശാലും പെൻസിൽ വെട്ടരുത്. HB പെൻസിലാണെങ്കിൽ കുഴപ്പമില്ല, അതിന് ഇച്ചിരി കട്ടിയുണ്ട്, ഹാർഡാണ് അതിൻ്റെ മുന, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. മറിച്ച് ഈ 2B, 3B മുതൽ മേപ്പോട്ടുള്ള പെൻസിലുകൾ എപ്പോഴും ഇതുപോലൊരു നൈഫ് എടുത്തിട്ട്, നൈഫ് കൊണ്ട് പതുക്കെ നമ്മൾ വെട്ടിയെടുക്കുകയും ആ മുനയിലോട്ട് വലുതായിട്ട് പ്രസ് ചെയ്യാതെ വെട്ടിയെടുത്താൽ നമുക്ക് പെൻസിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. മറിച്ച് ഇത് കട്ടർ വെച്ചാൽ വെട്ടുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഈ മുന, ലെഡ് എന്ന് പറയുന്ന സാധനം മൊത്തം ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞങ്ങ് പോകും. അത് ഒടിഞ്ഞു പോകുമ്പോഴാണല്ലോ കൂടുതൽ പെൻസിൽ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പെൻസിൽ കമ്പനിക്കാരൻ ഒരുപാട് മോഡലിലുള്ള
ഈ പെൻസിൽ കട്ടർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളെല്ലാം ചെയ്യുന്ന അങ്ങനെയാണ്. അത് വെച്ച് വെട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ മുന മൊത്തം ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞങ്ങ് പോകും. അപ്പോൾ അങ്ങനെ ഒടിഞ്ഞു പോകാതെ നമുക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നല്ല ലൈറ്റും ഷെയ്ഡും ചെയ്യുന്നതിന് തീർച്ചയായിട്ടും പലതരത്തിലുള്ള പെൻസിലുകൾ നമ്മളത് ഉപയോഗിക്കണം. അത് പെൻസിൽ മാറി മാറി ഉപയോഗിച്ച് നോക്കണം. നിങ്ങൾക്ക് അനുയോജ്യമായ പെൻസിൽ ഏതാണ് എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുകയും അങ്ങനെ അനുയോജ്യമായ പെൻസിലുകൾ മേടിച്ച് വർക്ക് ചെയ്യുമ്പോൾ നല്ല ചിത്രങ്ങൾ വരച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. ഓക്കെ, ഇതാണ് പെൻസിലിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് കൂടുതൽ ക്ലാസ്സുകളിലേക്ക് വീണ്ടും എത്തിച്ചേരാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് ഇടുക. ഒപ്പം തന്നെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.